ISRO ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് ആലപ്പുഴയിലെ ശാസ്ത്രോത്സവ വേദിയിലെത്തി. ബഹിരാകാശത്തെ ഗതാഗതം മുതൽ സുനിത വില്യംസിന്റെ ആരോഗ്യം വരെ ചർച്ച ചെയ്ത ശാസ്ത്ര സംവാദം ശ്രദ്ധേയമായി. സ്പേസിനെ കുറിച്ച് താല്പര്യമുള്ളവരൊക്കെയുണ്ട്, ഒരുപാട് പേരുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്നത് ആസ്ട്രോണോട്ട് ആകാൻ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? ഒരുപാട് പേരുണ്ട്. എപ്പോഴെങ്കിലും ഒരു ബൈനോക്കുലറോ ടെലസ്കോപ്പോ ഉപയോഗിച്ചിട്ടുള്ളവർ എത്ര പേര്? നിങ്ങളുടെ സ്കൂളിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ട് സ്പേസ് നോക്കിയിട്ടുള്ളവരുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ കണ്ടത് ഒരു ബൈനോക്കുലറൊക്കെ, അല്ലെങ്കിൽ ഒരു ടെലസ്കോപ്പ്? ബൈനോക്കുലർ കൊണ്ട് വലുതായിട്ടൊന്നും കണ്ടുകൂടാ എങ്കിലും നിങ്ങളുടെ സ്കൂളിൽ കണ്ടിട്ടുണ്ടോ? വലിയ മോഡലൊക്കെ ഉള്ളവരുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ രാത്രിയിൽ ആകാശം കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? അത്ര എല്ലാവരും കണ്ടിട്ടുണ്ട്. അത് മതി, സന്തോഷമായി. കാരണം ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കാത്തവരാരും കാണില്ല, അല്ലേ? ആകാശം നോക്കി നിങ്ങൾ എന്താ കാണുന്നത്? നക്ഷത്രങ്ങളെ കാണും, ഗ്രഹങ്ങളെ കാണും, ചന്ദ്രനെ കാണും, പിന്നെ കുറച്ച് നീലനിറം കാണും, മേഘങ്ങളെ കാണും. അതെല്ലാം ഉണ്ടല്ലോ. ആരെങ്കിലും ഗാലക്സി കണ്ടിട്ടുണ്ടോ? ഇല്ല. മിൽക്കി വേ ഗാലക്സി കണ്ടിട്ടില്ല? പക്ഷെ അതും കാണാൻ പറ്റും. പക്ഷെ അത് പലപ്പോഴും നമ്മുടെ ഇവിടെ മഴക്കാലം മേഘം തെളിയാത്ത രാത്രികളിലൊക്കെയാണ്. പിന്നെ നമുക്ക് വെളിച്ചം കൂടുതലായി കഴിഞ്ഞാൽ ചുറ്റും പ്രകാശം ഒരുപാടായി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. നമ്മുടെ മിൽക്കി വേ ഗാലക്സി നമുക്ക് കാണാം. പക്ഷെ ഗാലക്സിയുടെ പുറത്തുള്ള മറ്റ് ഗാലക്സികളെ കണ്ടിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും? ആർക്കും കാണാൻ കഴിയാൻ സാധ്യതയില്ല. അതും കാണാൻ പറ്റും, നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാം. നമ്മുടെ രാജ്യത്ത് അങ്ങനെ നോക്കിയിരുന്ന കുറേ ആളുകളുണ്ട്, വാനനിരീക്ഷകര്. ഈ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. നക്ഷത്രങ്ങളെ ഒരുപാട് വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് നോക്കി അറ്റ്ലസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ട് ഒരു സ്പേസ് സയന്റിസ്റ്റ് എങ്ങനെ ഇരിക്കുന്നു കണ്ടാൽ? ഇതുപോലെയാണോ ഇരിക്കാറുള്ള ഒരു സ്പേസ് സയന്റിസ്റ്റ്? കണ്ടാൽ എങ്ങനെയാണോ ഇരിക്കുന്നത്? കൂട്ടൊക്കെ ഇട്ട് നല്ല സ്റ്റൈലിലൊക്കെ നാസ സയന്റിസ്റ്റുകൾ എങ്ങനെ ഇരിക്കും? താടിയൊക്കെ വളർത്തി ഇതൊന്നുമില്ല. ഇവിടെ സാധാരണക്കാരാണ്. നമ്മുടെ ISROയിലുള്ള ശാസ്ത്രജ്ഞന്മാരും സ്പേസ് സയന്റിസ്റ്റുകളൊക്കെ സാധാരണക്കാരാണ്, നിങ്ങളെ പോലുള്ളവരൊക്കെയാണ്. ഞാനും ഈ നാട്ടിലൊക്കെ തന്നെ ആലപ്പുഴ ജില്ലക്കാരനാണ്. ഇവിടെ അടുത്ത തുറമൂർ എന്ന് പറയുന്ന സ്ഥലം ാണ് എൻ്റെ വീട്. അരുവിലൊക്കെയാണ്, അരുവിലൊക്കെയായിട്ടാണ് പഠിച്ചത്. ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുമോ സർ? തമോഗർത്തത്തിന് എക്സിറ്റ് ഉണ്ടോ? ലോകാവസാനം വരെ ഉണ്ടാകുമോ? സുനിത വില്യംസിന്റെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ ഭാവി കാലം കാണാൻ പറ്റുമോ സാർ? സ്പേസിനെ കുറിച്ച് എന്ത് കഥയാണ് നിങ്ങൾക്കിന്ന് കേൾക്കേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ISRO ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് ആരംഭിച്ച ശാസ്ത്ര സംവാദം കുട്ടികളുടെ അവസാനിക്കാത്ത ചോദ്യങ്ങൾ കൊണ്ട് ജിജ്ഞാസയുടെ ആഘോഷമായി മാറി. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയോടനുബന്ധിച്ച പ്രധാന വേദിയായ സെന്റ് ജോസഫ് സ്കൂളിൽ ബഹിരാകാശത്തെ ഇന്ത്യൻ കുതിപ്പ് എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ശാസ്ത്ര സംവാദമാണ് പ്രപഞ്ചത്തിന്റെ അകപ്പുരൽ ലളിതമായി വിശദീകരിക്കുന്ന സംവാദ സദസ്സായി മാറിയത്. രാവിലെ 10 മണിക്ക് സംവാദം തുടങ്ങുമ്പോൾ പ്രധാന വേദി കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ശാസ്ത്രതൽപരരായ കുട്ടികൾക്ക് ISRO തലവനെ തന്നെ മുന്നിൽ കിട്ടിയപ്പോൾ ആവേശവുമായി. എല്ലാ ചോദ്യങ്ങൾക്കും ലളിതമായി മറുപടി പറഞ്ഞും തമാശകൾ പറഞ്ഞ് രസിപ്പിച്ചും ശാസ്ത്ര അധ്യാപകനെ പോലെ ഡോക്ടർ സോമനാഥും കൂടെ കൂടി. ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യമുണ്ടാവണം, എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കണമെന്നും ഡോക്ടർ എസ് സോമനാഥ് കുട്ടികളോട് പറഞ്ഞു. മൈക്കിൾ ഫാരഡെ പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കരുത്, അത് സ്വയം കണ്ടുപിടിക്കാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 5ാം ക്ലാസ്സുകാരിയായ അന്നാമറിയം ജോൺ അറിയേണ്ടിയിരുന്നത് സുനിത വില്യംസ് തിരിച്ചു വരുമ്പോൾ അവർക്ക് ഉണ്ടാവാനിടയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു. 2 മണിക്കൂറോളം നീണ്ട സെഷനൊടുവിൽ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഡോക്ടർ സോമനാഥിന് നന്ദി പറഞ്ഞു. ലോകത്തിന്റെ വിളക്കും വെളിച്ചവുമായി മാറുന്ന ISROയുടെ മേധാവിയെ തന്നെ ശാസ്ത്ര സംവാദത്തിന് ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്നും കുട്ടികൾക്ക് സെഷൻ വലിയ പ്രചോദനമായി മാറുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി സജി ചെറിയാനും PP ചിത്തരഞ്ജൻ MLAയും ചേർന്ന് ഡോക്ടർ സോമനാഥിനെ പൊന്നാടി അണിയിച്ചു. പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ CA സന്തോഷ്, വിദ്യാഭ്യാസ ഉപഡയറക്ടർ ES ശ്രീലത, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ ഡോക്ടർ കാർത്തികേയൻ നായർ, റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ V അനിത എന്നിവർ പങ്കെടുത്തു.